പ്രൈസ് ലോർഡ്. നീ എൻ പക്ഷം മതി, നിന്റെ കൃപ മതി ജീവിതയാത്രയിൽ. കാലത്തും മധ്യാഹ്നത്തും സന്ധ്യയ്ക്കേതു നേരത്തും, കാലത്തും മധ്യാഹ്നത്തും സന്ധ്യയ്ക്കേതു നേരത്തും എൻ സങ്കടങ്ങൾ ബോധിപ്പിച്ചു ഞാൻ. കരഞ്ഞിടുമ്പോൾ എൻ സങ്കടങ്ങൾ ബോധിപ്പിച്ചു ഞാൻ. കരഞ്ഞിടുമ്പോൾ എൻ പ്രാർത്ഥനാ ശബ്ദം ദൈവം കേൾക്കുന്നു. എൻ യാചനകളെല്ലാം ദൈവം നൽകുന്നു. എൻ പ്രാർത്ഥനാ ശബ്ദം ദൈവം കേൾക്കുന്നു. എൻ യാചനകളെല്ലാം ദൈവം നൽകുന്നു. നീ എൻ പക്ഷം മതി, നിന്റെ കൃപ മതി ഈ ജീവിതയാത്രയിൽ. നീ എൻ പക്ഷം മതി, നിന്റെ കൃപ മതി ഈ ജീവിതയാത്രയിൽ. ഇന്നത്തെ വചനധ്യാനത്തിനായി സങ്കീർത്തനങ്ങൾ 34, സാംസ് ചാപ്റ്റർ 34. ഞാൻ യഹോവയുടെ കാലത്ത് മാറ്റും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്ന എളിയവർ അത് കേട്ട് സന്തോഷിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുമെന്ന് നാം ഒന്നിച്ചവൻ്റെ നാമത്തെ ഉയർത്തുക. ഞാൻ യഹോവയോട് അപേക്ഷിച്ചവൻ എനിക്ക് ഉത്തരമരുളി. എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു. അങ്കിലേക്ക് നോക്കിയ പ്രകാശിതരെ അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. കർത്താവേ സ്തോത്രം. അങ്കിലേക്ക് നോക്കുവാൻ കർത്താവെ ഞങ്ങളുടെ മുഖം പ്രകാശപൂരിതമായിരിക്കണം. സഹായിക്കുമോ? ഏത് കഷ്ടത്തിലും പ്രയാസങ്ങളുടെ മുഖം അന്വേഷിക്കുമ്പോൾ കൃപ വരുത്തുമാറായി. ലോഞ്ചടം പിശാന്ന് പിടിക്കണ പരിശീലനത്തെ ദുഷ്ടന് പിടിക്കുന്നു. സകലം കരങ്ങളിൽ ആയതൊക്കെ സന്തുമൊക്കെ ആവശ്യം കിടക്കുളൊക്കെ മാറ്റി വിരിക്കണമേ. അവൻ്റെ രക്തത്തെ കഴിച്ചുതിരിക്കും. യേശു രക്തത്തിന് മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. എങ്കോണി ജീവൻ വെച്ചുകൊണ്ട് വരുന്ന യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. സദൃശവാക്യം 11, പ്രോവേർബ്സ് ചാപ്റ്റർ 11. കള്ളത്തുലാസ് യഹോവയ്ക്ക് വെറുപ്പ്, ഒത്തുപടിയോ അവന് പ്രസാദം. അഹങ്കാരം വരുമ്പോൾ ലജ്ജയും വരുന്നു, താഴ്മയുള്ളവരുടെ പക്കലോ ജ്ഞാനമുണ്ട്. നേരുള്ളവരുടെ നിഷ്കളങ്കത്വം അവരെ വഴി നടത്തും, ദ്രോഹികളുടെ വികടമോ അവരെ നശിപ്പിക്കും. ക്രോധ ദിവസത്തിൽ സമ്പത്ത് ഉപകരിക്കുന്നില്ല, നീതിയോ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നു. നിഷ്കളങ്കൻ്റെ നീതി അവൻ്റെ വഴിയെ ചൊവ്വാക്കും, ദുഷ്ടനോ അവൻ്റെ ദുഷ്ടത കൊണ്ട് വീണുപോകും. നേരുള്ളവരുടെ നീതി അവരെ വിടുവിക്കും, ദ്രോഹികളോ തങ്ങളുടെ ദ്രോഹത്തിൽ പിടിപെടും. ആമേൻ. മത്തായി 13. അന്ന് യേശു വീട്ടിൽ നിന്ന് പുറപ്പെട്ട് കടലരികെയിരുന്നു. വളരെ പുരുഷാരം അവൻ്റെ അടുക്കൽ വന്നുകൂടുകൊണ്ട് അവൻ പടകിൽ കയറിയിരുന്നു. പുരുഷാരമെല്ലാം കരയിലിരുന്നു. അവൻ അവരോട് പലത് ഉപമകളായി പ്രസ്താവിച്ചതെന്നാൽ, വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു, പറവകൾ വന്ന് തിന്നു കളഞ്ഞു. ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്ത ഇടത്ത് വീണു. മണ്ണിന് താഴ്ചയില്ലായകയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചാറ് ചൂട് തട്ടി വേറില്ലായകയാൽ അത് ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനടിയിൽ വീണു, മുളച്ച് വളർന്നു അതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്ത് വീണു, 100, 60, 30 മേനിയായി വിളഞ്ഞു. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആമേൻ. വെളിപ്പാട് 10. ബലവാനായ മറ്റൊരു ദൂതൻ സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങുന്ന ഞാൻ കണ്ടു. അവൻ മേഘം ഉടുത്തുകൊണ്ട് തലയിൽ ആകാശവില്യം ധരിച്ച്, മുഖം സൂര്യനെപ്പോലെയും കാൽ തീത്തൂണ് പോലെയും ഉള്ളവൻ. അവൻ്റെ കയ്യിൽ നിന്ന് തുറന്ന ഒരു ചെറിയ പുസ്തകം ഉണ്ടായിരുന്നു. അവൻ വലങ്കാൽ സമുദ്രത്തിന്മേലും ഇടങ്കാൽ ഭൂമിമേലും വെച്ചു. സിംഹം അലറും പോലെ അത്യുച്ചത്തിൽ ആർത്തപ്പോൾ 7 ഇടിയും നാദവും മുഴക്കി. 7 ഇടി നാദം മുഴക്കിയപ്പോൾ ഞാൻ എഴുതുവാൻ ഭാവിച്ചു. എന്നാൽ 7 ഇടി മുഴക്കിയത് എഴുതാതെ മുദ്രയിട്ടേക്ക എന്നും സ്വർഗ്ഗത്തിൽ നിന്ന് ശബ്ദം കേട്ടു. ആമേൻ. സമുദ്രത്തിന്മേലും ഭൂമിമേലും നിൽക്കുന്നവനെ ഞങ്ങളുടെ ദൂതൻ വലങ്കൈ ആകാശത്തേക്ക് ഉയർത്തി. ഇനി കാലമുണ്ടാകുകയില്ല. 7-ാമത്തെ ദൂതൻ കാഹളമൂതുവാനിരിക്കുന്ന നാദത്തിൻ്റെ കാലത്ത് ദൈവത്തിൻ്റെ മർമ്മം അവൻ തൻ്റെ ദാസന്മാരെ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തപോലെ നിവൃത്തിയാകുമെന്ന് ആകാശവും അതിലുള്ളതും ഭൂമി അതിലുള്ളതും സമുദ്രവും അതിലുള്ളത് സൃഷ്ടിച്ചവൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നതിനെ ചൊല്ലി സത്യം ചെയ്തു. ആമേൻ. ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് കേട്ട ശബ്ദം പിന്നെയും എന്നോട് സംസാരിച്ചു. നീ ജനസമുദ്രത്തിന്മേലും ഭൂമിമേലും നിൽക്കുന്ന ദൂതൻ്റെ കയ്യിൽ തുറന്നിരിക്കുന്ന പുസ്തകമാകുമെന്ന് കൽപ്പിച്ചു. പ്രൈസുള്ള കർത്താവിനെ ജനത്തെ വീണ്ടും തിരുക്കരങ്ങളെ ഏൽപ്പിക്കുന്നു. ദൈവമേ, എല്ലാ പ്രയാസങ്ങളും കഷ്ടതകളിലും കൂടെ ഇരിക്കുമാറണമേ. ആത്മീയം ബോധ്യം അനുഗ്രഹിച്ച് വെളുപ്പാണ് ദർശനം പോരുമാറാണമേ. വഴി നടത്തുവാൻ പ്രാർത്ഥന യേശു നാമത്തിൽ തന്നെ ആമേൻ.